ഹായ് ഫ്രണ്ട്സ്, അകാലം നിറ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത്തരത്തിലുള്ള മുടിയെ നമുക്ക് വേരോടെ കറുപ്പിച്ചെടുക്കാനായിട്ടും നിരന്തരം ആ കറുപ്പ് നിലനിർത്താനായിട്ടും പറ്റുന്ന ഒരു നല്ലൊരു വീഡിയോ ആണ് കേട്ടോ. കൂടാതെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്സുകളെല്ലാം ഷെയർ ചെയ്യുന്നുണ്ട്. സ്കിപ്പ് ചെയ്യാണ്ട് കാണാൻ ശ്രമിക്കുന്നു വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമുക്ക് ക്ഷീണം കൊണ്ടോ അല്ലെങ്കിൽ നമ്മളുടെ ജോലി ഭാരത്തിൻ്റെ സമ്മർദ്ദം കൊണ്ടോ പലപ്പോഴും നല്ല തലവേദന അനുഭവപ്പെടാറുണ്ടാവും. അപ്പോൾ അത്തരത്തിലുള്ള സാഹചര്യത്തിൽ ഇനി തലവേദനയാണെങ്കിലോ ക്ഷീണമാണെങ്കിലോ എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്കൊന്ന് റീഫ്രഷ് ആവാൻ വേണ്ടിയുള്ള നല്ലൊരു ഡ്രിങ്കാണ്. അപ്പോൾ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. ഞാനൊരു പാത്രം എടുത്തിട്ടുണ്ട്, അതിലേക്ക് കുറച്ച് പുതിന ഇലയാണ് കേട്ടോ, ഒരു 10 അളവിൽ വരുന്ന അത്രയും പുതിന ഇല എടുത്തിട്ടുള്ളൂ. എന്നിട്ട് അതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇത് എന്നിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ. നല്ലൊരു ടേസ്റ്റുമാണ്, നല്ല റീഫ്രഷിംഗ് ആണ്. നിങ്ങളുടെ തലവേദനയൊക്കെ പെട്ടെന്ന് തന്നെ മാറുന്നതിന് നല്ലൊരു ടീയാണ്. അപ്പോൾ നന്നായിട്ട് തിളച്ച് വരണം. തിളച്ച് വരുന്ന സമയത്ത് ഇപ്പോൾ നമ്മൾ സാധാരണ വെള്ളത്തിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ചായി ആ ഒരു ഇലയുടെ ഒരു കളറും കൂടിയും അതിലേക്ക് ഇറങ്ങി ലൈറ്റായിട്ടൊരു ലൈറ്റ് ഗ്രീൻ കളറിലേക്ക് ആ വെള്ളം വരുന്നതാണ് കേട്ടോ. അപ്പോൾ നന്നായിട്ടൊന്ന് തിളയ്ക്കണം. അതിൻ്റെ എസൻസ് എല്ലാം നല്ല രീതിയിൽ ആ വെള്ളത്തിലേക്ക് ഇറങ്ങുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അങ്ങനെ നന്നായിട്ട് തിളച്ച് കഴിഞ്ഞു തോന്നുന്ന സമയത്ത് ഇനി അതിലേക്ക് നമ്മൾ ചേർത്തുന്നത് നമ്മൾ സാധാരണ ചായക്ക് ഉപയോഗിക്കുന്ന തേയിലയാണ്. തേയില ഇടുന്ന സമയത്ത് നമ്മൾ ഒരുപാട് ഇട്ട് കൊടുക്കരുത്. പുതിന ഇലയുടെ ടേസ്റ്റും കൂടി കിട്ടുന്ന രീതിയിൽ ബാലൻസ് ആവുന്ന രീതിയിൽ ഒരല്പം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ തേയില. എന്നിട്ട് അത് നിങ്ങൾ ചെറു ചൂടോടുകൂടി, ഇനി നിങ്ങൾക്ക് മധുരം ആവശ്യമുണ്ടെങ്കിൽ ഒരല്പം പഞ്ചസാര ഇട്ട് കൊടുക്കാം. അതും വേണ്ട എന്നുണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് ചൂടോടുകൂടി കുടിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ തലവേദനയൊക്കെ പെട്ടെന്ന് മാറുന്നതാണ് കേട്ടോ. ക്ഷീണവും മാറുന്നതാണ്. അപ്പോൾ എന്തായാലും ചെയ്ത് നോക്കൂ കേട്ടോ. അടുത്തൊരു ടിപ്സ് എന്താണെന്ന് നോക്കാം. നമ്മൾ വാങ്ങിക്കുന്ന കുക്കീസ് ആണെന്നുണ്ടെങ്കിലും ബിസ്ക്കറ്റ് ആണെങ്കിലും അത് പാക്കറ്റ് പൊട്ടിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ തണുത്ത് പോകാറുണ്ട്. അപ്പോൾ തണുത്ത് പോകാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ ഒരു കണ്ടെയ്നറിലേക്ക് വെച്ച് കൊടുക്കുക. അപ്പോൾ ഈ കണ്ടെയ്നറിലേക്ക് വെച്ച് കൊടുക്കുന്ന സമയത്ത് നല്ല എയർ ടൈറ്റുള്ള കണ്ടെയ്നർ ആയിരിക്കണം. എന്നിട്ട് നമ്മളിതിലേക്ക് ഒരല്പം അരിയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ ചോറ് വയ്ക്കാൻ എടുക്കുന്ന അരി കുറച്ച് നമ്മളൊന്ന് വെതറി കൊടുക്കുക. ഒരു ലെയർ വെച്ചതിന് ശേഷം നമുക്കൊന്ന് വെതറി കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിൽ വീണ്ടും നമ്മൾ ബിസ്ക്കറ്റ് വെച്ച് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ഓരോ ലെയറായിട്ട് വെച്ച് കൊടുക്കുക, അരി ഇട്ട് കൊടുക്കുക. അങ്ങനെയാണ് ആവുന്ന സമയത്ത് ഒട്ടും തന്നെ ഈ ബിസ്ക്കറ്റ് തണുത്ത് പോവില്ല. അപ്പോൾ ക്രിസ്പി ആയിട്ട് തന്നെ ഇരിക്കുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ഈ ഒരു ടിപ്സ് നിങ്ങൾ എന്തായാലും അറിയില്ല എന്നുണ്ടെങ്കിൽ ചെയ്ത് നോക്കൂ. അടുത്തൊരു ടിപ്സ് എന്താണെന്ന് നോക്കാം. ഞാൻ ഇതുപോലത്തെ ഒരു കണ്ടെയ്നർ എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ കണ്ടെയ്നർ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് അടുക്കളയിൽ നല്ലൊരു സ്റ്റോറേജ് സ്പേസ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ആദ്യം ഇതുപോലെ അടച്ചതിന് ശേഷം ഞാനൊരു കത്തി ചൂടാക്കിയിട്ട് ഇതുപോലെ ഒന്ന് അമർത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ ചൂടായ കത്തി അമർത്തുന്ന സമയത്ത് അവിടെ ഒരു മുറിവ് പോലെ നീളത്തിൽ, ഒരു കത്തീൻ്റെ നീളത്തിൽ നമുക്കൊരു കീറൽ വന്ന് കിട്ടും. അപ്പോൾ ഇങ്ങനെ നമുക്ക് എത്രത്തോളം വേണം അതിനനുസരിച്ച് നമുക്ക് എണ്ണം കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. എന്നിട്ട് നമ്മളെ വീട്ടിൽ എപ്പോഴും നമ്മളെ കയ്യിൻ്റെ അടുത്ത് വേണ്ട ഒരു കാര്യമായിരിക്കും നമുക്ക് സ്പൂണ് അല്ലെങ്കിൽ കത്തി, അത്തരം സാധനങ്ങൾ നമുക്ക് എപ്പോഴും വേണ്ടതല്ലേ. അപ്പം എന്നിട്ട് നമ്മൾ സ്പൂണുകൾ ഇതുപോലെ വെച്ച് കൊടുക്കാം. നമ്മളിപ്പോൾ കഴുകിയെടുത്ത് നനവ് പോയിട്ടില്ല എന്നെങ്കിൽ കൂടി നമുക്ക് ഇതുപോലെ വെച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ വെള്ളം അതിൻ്റെ ഉള്ളിലേക്ക് പോകുന്നതായിരിക്കും. എന്നിട്ട് നമുക്ക് അടപ്പ് തുറന്നിട്ട് ആ വെള്ളം ഒഴിവാക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം സ്പൂണുകൾ ഇതുപോലെ വെക്കണം എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഇതുപോലെ ഹോളിട്ട് കൊടുത്താൽ മതി. ആർക്ക് വേണമെങ്കിലും ഇത് സിമ്പിളായിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ചെയ്ത് നോക്കൂ കേട്ടോ. നമ്മൾ അടുക്കളയിൽ എപ്പോഴുള്ളൊരു പ്രധാന ജോലിയായിരിക്കും സവാള അരിയുക എന്നുള്ളത്. അപ്പോൾ നമുക്കിത് സവാള അരിയുന്നതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് രൂക്ഷമായിട്ടുള്ളൊരു ഗന്ധം ആ കയ്യിലുണ്ടാവും. അപ്പോൾ അത്തരത്തിലുള്ള സാഹചര്യത്തിൽ നിങ്ങൾക്ക് സോപ്പൊന്നും ഉപയോഗിക്കാണ്ട് ആ ഒരു രൂക്ഷഗന്ധം ഒഴിവാക്കുന്നതിനായിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് വെള്ളം എടുത്തിട്ടുണ്ട്. പിന്നെ എടുക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഒരു സ്റ്റീലിൻ്റെ സ്പൂണാണ് കേട്ടോ. നമുക്ക് സ്റ്റീലിൻ്റെ സ്പൂൺ ഈ വെള്ളം ഒന്ന് നനച്ചതിന് ശേഷം കൈ വെച്ചിട്ടൊന്ന് റബ്ബ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ സ്റ്റീലും പിന്നെ ഒരല്പം നമ്മളെ കയ്യിലും കൂടി ഒരു നനവ് ആക്കിയതിന് ശേഷം ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കയ്യിലുള്ള ആ ഒരു സവാളയുടെ മണം പോകുന്നതാണ് കേട്ടോ. ഇപ്പോൾ നമുക്ക് ഓൺലൈനിലൊക്കെ ഇതുപോലത്തെ ഒരു സ്റ്റീലിൻ്റെ സോപ്പ് പോലെ നമുക്ക് വാങ്ങിക്കാനായിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഒരു സ്പൂൺ എടുത്തിട്ട് കയ്യിൽ ഇതുപോലെ നന്നായിട്ടൊന്ന് തേച്ച് കൊടുത്താൽ മതി. സോപ്പൊന്നും ഉപയോഗിക്കാതെ തന്നെ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ആ ഒരു സവാളയുടെ മണം പൂർണ്ണമായിട്ട് ഇല്ലാതാക്കാനായിട്ട് സാധിക്കും. നരച്ച മുടി കറുപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് കെമിക്കലായിട്ടുള്ള ഡൈകൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നവരുണ്ടാവും. അതിന് പാർശ്വഫലങ്ങൾ ഒരുപാടുണ്ടെങ്കിലും തന്നെ മുടി വേരോടെ കറുപ്പിച്ചെടുക്കാനായിട്ട് അവർക്ക് ഒരിക്കലും സാധിക്കില്ല. അപ്പോൾ നമുക്ക് മുടിയെ വേരോടെ കറുപ്പിച്ചെടുക്കാനായിട്ട് പുതിയ മുടി വരുന്നത് പോലും കറുപ്പ് കളറിലുള്ള മുടിയായിട്ട് വരാനുള്ള നല്ലൊരു മരുന്നാണ് കേട്ടോ. ഇത് 100% റിസൾട്ട് കിട്ടുന്നതാണ്. ഒരു തരത്തിലുള്ള കെമിക്കലുകളും ഇല്ല. പിന്നെ പുതിയ മുടി വരുന്നതും കറുപ്പായിരിക്കും. അതേപോലെ തന്നെ മുടിയുടെ ആരോഗ്യം പൂർണ്ണമായിട്ടും നമുക്ക് വീണ്ടെടുക്കാൻ പറ്റുന്നതാണ്. ഒരു പാർശ്വഫലവും ഇല്ലാത്തതാണ്. അപ്പോൾ അതിനായിട്ട് നമുക്ക് വേണ്ടത് നമ്മളെ മുരിങ്ങയിലയാണ്. മുരിങ്ങയില ഒന്ന് ഊരിയെടുത്തതിന് ശേഷം
തണലത്തിട്ടിട്ട് ഉണക്കിയെടുക്കുക. അത് 2 ദിവസം നമ്മൾ തണലത്ത് വെക്കുന്ന സമയത്തിൽ നന്നായിട്ട് ഉണങ്ങി കിട്ടുന്നതാണ്. ഇനി അതിൻ്റെ കൂടെ നമുക്ക് വേണ്ടത് കറിവേപ്പിലയാണ് കേട്ടോ. കറിവേപ്പിലയും അതേപോലെ തന്നെ കഴുകി വൃത്തിയാക്കിയിട്ട് നന്നായിട്ട് ഉണക്കിയെടുത്താണ്. നമ്മൾ വെയിലത്തൊന്നും വെക്കാണ്ട് വേണം ഇത് ഇത്രയും ഉണക്കിയെടുക്കാനായിട്ട് കേട്ടോ. നമ്മുടെ വീടിനകത്ത് തന്നെ ഇത് വെച്ച് കഴിഞ്ഞാൽ 2 ദിവസം കൊണ്ട് നന്നായിട്ട് ഉണങ്ങി കിട്ടുന്നതാണ്. അപ്പോൾ മുടിയുടെ ആരോഗ്യത്തിന് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നതാണ്. മുടിയെ പൂർണ്ണമായിട്ടും കറുപ്പിക്കാനായിട്ടുള്ള ശക്തിയൊക്കെ ഈ കറിവേപ്പിലയ്ക്കുണ്ട്. അപ്പോൾ നമുക്ക് സുലഭമായി കിട്ടുന്ന മുരിങ്ങയിലയാണെന്നുണ്ടെങ്കിലും കറിവേപ്പിലയാണെന്നുണ്ടെങ്കിലും അതിന് നമ്മൾ വേണ്ട രീതിയിൽ അതിന് വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പൂർണ്ണ ആരോഗ്യം ഉണ്ടാവും. അതേപോലെ തന്നെ മുടിയും നല്ല രീതിയിൽ കറുപ്പായി കിട്ടുന്നതാണ് കേട്ടോ. പഴയ ആളുകളൊക്കെ ഇത്തരം കാര്യങ്ങൾ കറിവേപ്പിലൊക്കെ നമ്മുടെ ഫുഡിലൂടെ കൊടുക്കുന്നതുകൊണ്ടാണ് അവരുടെ മുടിയൊക്കെ ഇന്നും കറുപ്പ് കളറായിട്ട് നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ കെമിക്കലൊക്കെ ഉപേക്ഷിച്ച് ഇതുപോലെ ഒന്ന് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആരോഗ്യം ഉണ്ടാവും. അതേപോലെ തന്നെ മുടിയും നല്ല രീതിയിൽ കറുപ്പായി കിട്ടും. അപ്പോൾ ഞാനൊരു ചെറിയ മിക്സി ജാറിലേക്ക് ഈ കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ ഇട്ട് കൊടുക്കുന്നത് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള മുരിങ്ങയില ഇല്ലേ, അതൊന്നും നമ്മൾ ഈ ഒരു കറിവേപ്പിലേൻ്റെ അളവിന് ഏകദേശം ഒരു കറിവേപ്പില എടുത്ത അളവിന് ഇട്ട് കൊടുക്കുക. കറിവേപ്പിലയാണെന്നുണ്ടെങ്കിലും മുരിങ്ങയിലയാണെന്നുണ്ടെങ്കിലും നമ്മുടെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും നമുക്ക് എല്ലാ തരത്തിലും നമ്മളുടെ ആരോഗ്യം നിലനിർത്താനും ഹെൽപ്പ് ചെയ്യുന്നതാണ് മുരിങ്ങയിലയും അതേപോലെ തന്നെ കറിവേപ്പിലയും. പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ പ്രധാനമായിട്ട് ചേർക്കുന്നത് മറ്റൊന്നാണ് ഉണക്കമുന്തിരി. ഇത് കറുപ്പ് കളറുള്ള ഉണക്കമുന്തിരി എടുക്കുകയായിരിക്കും ഏറ്റവും നന്നാവുക. ഇതിൽ നല്ല രീതിയിൽ അയണിൻ്റെ കണ്ടൻറ്റ് അടങ്ങിയത് കൊണ്ട് തന്നെ നമ്മളുടെ മുടിയുടെ ആരോഗ്യം മെച്ചപ്പെടുത്താനും മുടി നല്ല രീതിയിൽ കറുപ്പായി വരാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ. എന്നിട്ട് ഇതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തതാണ്. ഒട്ടും തന്നെ വെള്ളം ചേർത്താണ് നന്നായിട്ട് അരയ്ക്കുന്ന സമയത്ത് ഇതുപോലെ കിട്ടും കേട്ടോ. അപ്പോൾ നമ്മളിതിൽ ചേർത്തിട്ടുള്ള ഉണക്കമുന്തിരീൻ്റെ ഒരു നനവും അതേപോലെ തന്നെ അതിൻ്റെ മധുരമൊക്കെ ചേർന്നിട്ട് നന്നായിട്ട് ഈ ഒരു മുരിങ്ങയിലയിലും അതേപോലെ തന്നെ കറിവേപ്പിൻ്റെ ഇലയിൽ നന്നായിട്ട് പിടിച്ചിട്ടുണ്ടാവും. ആ ഉണക്കമുന്തിരീൻ്റെ ആ ഒരു ഇതിലാണ് ഇത് നന്നായിട്ട് ഉരുട്ടിയെടുക്കാനായിട്ട് പറ്റുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് എത്രത്തോളം ഉണക്കമുന്തിരി വേണോ അതിനനുസരിച്ച് നമുക്ക് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ നന്നായിട്ട് ഉരുട്ടിയെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇനി ഇതുപോലെ ഉരുട്ടിയെടുക്കാൻ താല്പര്യം ഇല്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ പൊടി രൂപത്തിലും നമുക്ക് സൂക്ഷിക്കാവുന്നതാണ് കേട്ടോ. ഇത് നിങ്ങൾ ദിവസവും രാവിലെ അല്ലെങ്കിൽ വൈകിട്ടോ, നമുക്ക് അങ്ങനെ സമയമൊന്നുമില്ല, രാവിലെയും വൈകിട്ടൊക്കെ നിങ്ങൾക്ക് ധാരാളമായിട്ട് കഴിക്കാവുന്നതാണ്. നിങ്ങളുടെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും നിങ്ങളുടെ ശരീരത്തിലുള്ള നശിച്ചു പോയിട്ടുള്ള കോശങ്ങൾക്ക് പകരം പുതിയ നല്ല ആരോഗ്യമുള്ള കോശങ്ങൾ ഉണ്ടാവാനും നമുക്ക് കൊളസ്ട്രോൾ ഇല്ലാതാക്കാൻ, രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ, മുടി സമൃദ്ധമായിട്ട് വളരാൻ, മുടി പൊട്ടിപ്പോകുന്നത് ഒഴിവാക്കാൻ ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ. പിന്നെ അതോടൊപ്പം തന്നെ മുടി വേര് മുതൽ ഇത് കറുത്ത് വരുന്നതാണ്. ഇനി നരച്ചിട്ടുള്ള മുടിയാണെന്നുണ്ടെങ്കിലും അത് പതുക്കെ മുടി കറുത്ത് വരുന്നതാണ്. പിന്നെ പുതിയ മുടി വരുന്ന സമയത്ത് അതും നല്ല രീതിയിൽ കറുപ്പ് കളറായിട്ടുള്ള മുടി വരാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. നമുക്ക് ധൈര്യമായിട്ട് കഴിക്കട്ടെ. ഇതിന് പ്രായഭേദ വ്യത്യാസമില്ല. പിന്നെ അതേപോലെ തന്നെ സ്ത്രീയോ പുരുഷനോ ഒന്നുമില്ല കേട്ടോ. കുട്ടികൾക്ക് വരെ ഇത് നമുക്ക് ധൈര്യമായിട്ട് കൊടുക്കാവുന്നതാണ്. അവരുടെ വയറിൻ്റെ അസുഖങ്ങളൊക്കെ മാറി നല്ല രീതിയിൽ ശോധന ഉണ്ടാവുകയും ആരോഗ്യം വർദ്ധിപ്പിക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന നല്ല കഴിക്കാനും നല്ല ടേസ്റ്റുള്ളതാണ് കേട്ടോ. നമുക്ക് ഒരു തരത്തിലുള്ള ചവർപ്പോ കാര്യങ്ങളോ ഉണ്ടാവില്ല. നമ്മൾ ഉണക്കമുന്തിരി ചേർത്തുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റുമാണ്. ഇതിൽ നമ്മൾ ഒട്ടും തന്നെ വെള്ളം ചേർത്താത്തത് കൊണ്ട് തന്നെ ഈ ഒരു ബോൾ നമുക്ക് എത്ര ദിവസം വേണമെങ്കിലും കേടുകൂടാതെ സൂക്ഷിക്കാനായിട്ട് പറ്റും. ഇനി നിങ്ങൾക്ക് ഒരുപാട് ഉണ്ടാക്കി വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫ്രിഡ്ജിൽ വേണമെങ്കിൽ സൂക്ഷിക്കാം കേട്ടോ. പക്ഷേ കഴിക്കുന്ന സമയത്ത് തണുപ്പ് പോയതിന് ശേഷം മാത്രം കഴിക്കുക. പിന്നെ വീട്ടിലെ എല്ലാവർക്കും കഴിക്കാവുന്നതാണ്. അപ്പോൾ തീരുന്നതിൻ്റെ മുന്നേ നമ്മൾ ഉണ്ടാക്കിയിട്ട് അത് ഉപയോഗിച്ച് തീരുന്നതിന് മുന്നേ അടുത്ത ബാച്ച് ഉണ്ടാക്കി നിങ്ങൾ സ്റ്റോർ ചെയ്ത് വെക്കാം. ഒരുപാട് ഉപകാരമുള്ള ഇത് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇത് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് കൂടി ഒന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുക്കുക കേട്ടോ. നരച്ച മുടി നമുക്ക് കെമിക്കലില്ലാണ്ട് വെറും 1 മിനിറ്റ് കൊണ്ട് കറുപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഉണക്കിയെടുത്തുള്ള മുരിങ്ങയിലയാണ് കേട്ടോ. അത് ഇതുപോലെ കോട്ടൻ്റെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ 2-3 ഗ്രാമ്പും കൂടി വെച്ച് കൊടുക്കാം. നമുക്ക് എന്നിട്ട് ഇതുപോലെ ഒന്നൊരു കിഴി രൂപത്തിലാക്കി ഇതൊക്കെ ഒന്ന് കവർ ചെയ്തെടുക്കാം. നമ്മൾ എക്സ്ട്രാ നിൽക്കുന്ന പഞ്ഞിയുടെ ഭാഗമൊക്കെ എടുത്ത് മാറ്റുന്നുണ്ട് കേട്ടോ. പരമാവധി നമുക്ക് കോട്ടൻ്റെ ഭാഗം വേണ്ട. നമ്മളിതിൽ ചേർത്തിട്ടുള്ള ഇൻഗ്രീഡിയൻസ് മാത്രമാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. എന്നിട്ട് അത് ഒരു മൺവിളക്കിലേക്ക് വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് നമുക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. പിന്നെ അതിൻ്റെ ഈ ഒരു വിളക്കിൻ്റെ 2 സൈഡിലായിട്ട് ഇതുപോലെ 2 ഗ്ലാസ്സുകൾ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇത് കത്തിച്ചതിന് ശേഷം ആ ഗ്ലാസിൻ്റെ മുകളിലേക്ക് ഞാനൊരു സ്റ്റീലിൻ്റെ പ്ലേറ്റാണ് കേട്ടോ വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി മൺപാത്രം ഉണ്ടെങ്കിൽ അതും വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് കത്തി കരിഞ്ഞ് വരുന്ന രീതിയിൽ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് ആ ഒരു ഇത് കത്തിയതിൻ്റെ ഒരു ഇത് നമുക്ക് ഈ ഒരു ഡൈ നമുക്ക് ഈ പ്ലേറ്റിലേക്കാവും കിട്ടുക. ഈ പ്ലേറ്റിലേക്ക് നമുക്ക് കറുപ്പ് കളറിൽ കിട്ടിയിട്ടുള്ള ഇതാണ് നമുക്കുള്ള ഡൈ. ഇത് നമുക്കൊരു സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ചുരണ്ടി എടുക്കാം. നമുക്കിത് ഒരുപാട് ഉണ്ടെങ്കിൽ അതൊരു ബോക്സിലാക്കി സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ.
അപ്പോൾ നമ്മൾ പരമാവധി ആ ഒരു മുരിങ്ങയിലയുടെ ഇത് മാത്രമേ ഉള്ളൂ, നമ്മൾ കോട്ടൺ പരമാവധി കുറച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഡൈ തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഡൈ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ എണ്ണയിലൊക്കെ ചാലിച്ചിട്ട് ഹെയറിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. നമ്മൾ ഇൻസ്റ്റൻ്റായിട്ട് ചെയ്യുന്ന സമയത്ത് ഈ ഒരു പൗഡർ നിങ്ങൾ ഡയറക്റ്റായിട്ട് നിങ്ങളുടെ മുടിയിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നല്ല രീതിയിൽ കറുപ്പ് കളറായിട്ട് കാണുന്നുണ്ടല്ലോ. ഒരു ടിഷ്യൂ പേപ്പർ വെച്ച് ഞാൻ തുടയ്ക്കുന്ന സമയത്ത് തന്നെ ആ ഒരു പേപ്പറിലേക്ക് ആ ഒരു കറുപ്പ് കളർ പടരുന്നില്ല. അത് എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ഡൈ നമ്മൾ ഹെയറിലേക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അത് എവിടെയും പടരാതിരിക്കുകയാണ് നമുക്ക് വേണ്ടത്. വെള്ളത്തിലൊന്ന് നന്നായിട്ട് കഴുകി കാണിച്ചു തരാം. ഇത് എത്ര വെള്ളത്തിൽ വെച്ച് കഴുകി കഴിഞ്ഞാലും ആ ഒരു കറുപ്പ് കളർ ആ വെള്ളത്തിലേക്ക് വരുന്നില്ല, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് ധൈര്യമായിട്ട് പുറത്തൊക്കെ പോകുന്ന സമയത്ത് ഇതൊന്ന് അപ്ലൈ ചെയ്ത് പോകുന്നതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. അതുകൊണ്ട് ഞാൻ നന്നായിട്ട് വെള്ളം ഒഴിച്ചതിന് ശേഷം ഒരു ടിഷ്യൂ പേപ്പർ കൊണ്ട് തുടയ്ക്കുന്ന സമയത്ത് പോലും ആ കറുപ്പ് കളർ അവിടെ നിന്ന് നീങ്ങുന്നില്ല. അപ്പോൾ ഇനി നമ്മളിത് കളയണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഹെയറിലേക്ക് അപ്ലൈ ചെയ്ത് പോകാൻ നമ്മൾ ഹെയർ ഷാമ്പുകൾ ഉപയോഗിച്ചുകൊണ്ട് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ പോകുന്നതാണ്. ഇപ്പം നമ്മൾ കയ്യിലാണെന്ന സമയത്ത് ഹാൻഡ് വാഷ് ഉപയോഗിച്ചിട്ട് കഴുകി കളയാണ് ചെയ്യുന്നത്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.